സ്റ്റേജ് നിർമ്മിച്ച സംഘാടകർക്കടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ഫയർഫോഴ്സിന്റെ അടക്കം റിപ്പോർട്ട് വരുന്നത്. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. അത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരടക്കം അവിടെ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെ ഗുരുതരമായ വീഴ്ചയുടെ വിവരങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ പുറത്തുവരുന്നത്. ഉമാ തോമസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ട്. ലിഡിയ ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ലിഡിയ, ഇന്നിപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA നിലവിൽ ICUവിൽ തുടരുകയാണല്ലോ. ഇപ്പോൾ ഇനി 10:30 ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ എന്താണ്? ഡോക്ടർമാരടക്കം നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? സ്നേഹ, നിലവിൽ ഉമാ തോമസ് MLA ICUവിൽ തുടരുകയാണ്. വെന്റിലേറ്റർ സപ്പോർട്ടുണ്ട്. ഈ 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ കൃത്യമായിട്ടുള്ളൊരു വിവരങ്ങൾ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഉടനെ തന്നെ, അതായത് 10 മണിക്കുള്ള മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ നിലവിൽ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് പറയാൻ സാധിക്കില്ല. ഒപ്പം അപകടനില തരണം ചെയ്തു എന്നും നമുക്ക് പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. നിലവിൽ MLAയെ CT സ്കാനിന് വിധേയമാക്കിയിട്ടുണ്ട്. അതായത് രാവിലെ ഒരു BP-യുടെ ഒരു ചെറിയ വേരിയേഷനും കാര്യങ്ങളുമൊക്കെ കണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വീണ്ടും ഇന്നലെ ഒരു CT സ്കാൻ എടുത്തിരുന്നു. വീണ്ടും ഇന്നും അതുപോലെ CT സ്കാനിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വിദഗ്ധ ചികിത്സകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മണിക്കാണ് മെഡിക്കൽ ബോർഡ് യോഗമുള്ളത്. ആ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒപ്പം 10:30 ഒരു വിശദമായിട്ടുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറക്കും. അതിലും കൃത്യമായിട്ടുള്ള ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ഗുരുതരാവസ്ഥയുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. പ്രധാനമായിട്ടും 2 മുറിവുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്, മറ്റൊന്ന് വാരിയലിന് ഒടിവുണ്ട്. ഈ വാരിയലിൻ്റെ ഒടിവ് അത്യാവശ്യം സാരമുള്ള ഒരു ഒടിവ് തന്നെയാണ്. അത് 3 വാരിയലുകൾ ഒടിഞ്ഞ് അതിൽ ആദ്യത്തെ വാരിയൽ ഒടിഞ്ഞത് നിമിത്തമാണ് ഇത്തരത്തിൽ ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ശ്വാസകോശത്തിൽ നിന്നും ആ രക്തം കട്ട പിടിച്ച് അത് നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള വിദഗ്ധ ചികിത്സകളൊക്കെ ആവശ്യമാണ്. അതും കാര്യങ്ങളുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തലയ്ക്ക് ഏറ്റ പരിക്കും അത്യാവശ്യം സാരമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തലയ്ക്കേറ്റ പരിക്കിൻ്റെ ഒരു ഗുരുതരാവസ്ഥയും അതിൻ്റെ ഒരു കാര്യങ്ങളും സംബന്ധിച്ച് ഒരു 24 മണിക്കൂർ ഉള്ള ഒരു നിരീക്ഷണത്തിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇപ്പോഴും ഈ നിരീക്ഷണത്തിലാണ്, 24 hours 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ് ഉമാ തോമസ് MLA ഉള്ളത്. അതിനുശേഷം മാത്രമേ തലയ്ക്കേറ്റ ബ്രെയിനിനേറ്റ പരിക്കുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ICUവിൽ വെന്റിലേറ്റർ സപ്പോർട്ടോടു കൂടിയാണ് ICUവിൽ ഉമാ തോമസ് MLA നിൽക്കുന്നത്. ഇത്തരത്തിൽ താഴെ നിന്നും 20 അടി മുകളിൽ നിന്നും താഴേക്ക് വീണതുകൊണ്ടാണ് വാരിയലിന് കോൺക്രീറ്റിൽ അടിച്ച് വീണതുകൊണ്ടാണ് വാരിയലിന് ഇത്തരത്തിൽ ഒടിവ് സംഭവിച്ചിരിക്കുന്നത്. അത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ശ്വാസകോശത്തിൽ അത്തരത്തിൽ രക്തം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യവും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉടനടി നീക്കം ചെയ്യുന്ന അതിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ഒരു വിവരം അനുസരിച്ച് സർജറിയോ കാര്യങ്ങളോ തന്നെ ഒന്നും തന്നെ ഇപ്പോൾ ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ആവശ്യമായിട്ടുള്ള എല്ലാ വിദഗ്ധ ചികിത്സകളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം, അതായത് ഇന്നലെ രാത്രിയോടെ കോട്ടയത്തു നിന്നുള്ള 5 വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടർ ജയകുമാർ അടക്കമുള്ള വിദഗ്ധ സംഘമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അവരുടെ ആലോചനയിൽ കൂടിയാണ്, അവരുടെ ആലോചനയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി, നിലവിൽ ഉമാ തോമസ് ചികിത്സയിലുള്ള ഈ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെയും ഈ വിദഗ്ധ സംഘത്തിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് ഇത്തരത്തിൽ ചികിത്സ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു മെഡിക്കൽ ബോർഡ് യോഗമാണ് ഇത്തരത്തിൽ 10 മണിക്ക് ചേരാനിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ എന്താണ് നിലവിലെ അവസ്ഥ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ. അപ്പം ഇന്നലത്തെ ഒരു ആരോഗ്യാവസ്ഥയും അതേപോലെ ഇന്നത്തെ ഒരു ആരോഗ്യാവസ്ഥയും നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ അപേക്ഷിച്ച് ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം വലിയ ഭയക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അപകടനില ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ഇന്നലത്തേതിനെ സംബന്ധിച്ച് പുരോഗതിയുണ്ട്. സമഗ്രമായ കാര്യങ്ങളൊക്കെ തന്നെ മെഡിക്കൽ ബോർഡ് 10 മണിക്ക് യോഗം ചേർന്ന ശേഷം 10:30 ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. അപ്പോഴാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ലഭ്യമാവുക. കൊച്ചിയിൽ നിന്ന് ലിഡിയയും നിതിനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.